സാധ്യ വിഷയത്തിലേക്ക് CPIM-ഉം അതിൻ്റെ യുവജന സംഘടനകളുമായി ഏറ്റുമുട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ CPIM നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പോലീസ് മേധാവിയായി എത്തുന്നു. റവാഡ ചന്ദ്രശേഖർ പോലീസ് തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചയാകുന്നതിന് കാരണം കൂത്തുപറമ്പ് വെടിവെപ്പും രക്തസാക്ഷിത്വവുമാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ ഓഗസ്റ്റ് 1 മുതൽ ഇന്റലിജൻസ് ബ്യൂറോ സുരക്ഷാ സെക്രട്ടറി സ്ഥാനത്ത് എത്തേണ്ടതാണ്. അതിനിടെയാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താൽപര്യം അറിയിച്ച് രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവിയാക്കുന്നത് CPIM BJP കൂട്ടുകെട്ടാണ് എന്ന രാഷ്ട്രീയ ആരോപണത്തിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസിൽ ചിലരുടെ നീക്കം. ആദ്യം കാണാം RDX റാവു. പോലീസ് മേധാവി സ്ഥാനത്തേക്ക് UPSC അംഗീകരിച്ച 3 പേരുടെ പട്ടികയിൽ നിന്നാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം റവാഡ ചന്ദ്രശേഖറിനെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ IPS ഓഫീസറായ നിതിൻ അഗർവാൾ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരെ മറികടന്നാണ് നിയമനം. ഏറെക്കാലമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന റവാഡ ചന്ദ്രശേഖർ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയുമാണ്. തലശ്ശേരി ASP ആയാണ് റവാഡയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ചുമതലയേറ്റ് 48 മണിക്കൂറിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. പത്തനംതിട്ട, മലപ്പുറം, എറണാകുളം റൂറൽ, റെയിൽവേ, വിജിലൻസ് എറണാകുളം റേഞ്ച്, തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച്, പാലക്കാട് എന്നിവിടങ്ങളിൽ SP ആയി പ്രവർത്തിച്ചു. പോലീസ് ആസ്ഥാനത്ത് AIG ആയിരുന്നു. KAP 2ാം ബറ്റാലിയനിലും 3ാം ബറ്റാലിയനിലും കമാൻഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. തൃശൂർ, തിരുവനന്തപുരം റേഞ്ചുകളിൽ DIG ആയും പ്രവർത്തിച്ചു. വിജയവാഡ, മുംബൈ എന്നിവിടങ്ങളിൽ IB അഡീഷണൽ ഡയറക്ടറായിരുന്നു. 2023 DGP റാങ്കിലേക്ക് ഉയർന്നു. തുടർന്ന് IB സ്പെഷ്യൽ ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. 1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ്. മകനെ സിവിൽ സർവീസുകാരനാക്കാൻ ആഗ്രഹിച്ചത് അച്ഛൻ റവാഡ വെങ്കിട്ട റാവു. ചന്ദ്രശേഖർ ആഗ്രഹിച്ചത് ഡോക്ടർ ആവാനായിരുന്നു. MBBS പ്രവേശനം കിട്ടാത്തതിനാൽ അഗ്രികൾച്ചറിൽ ഉന്നത പഠനം, തുടർന്ന് IPS. സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ്. 2008 കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആയിരിക്കെയാണ്. IB ഡെപ്യൂട്ടി ഡയറക്ടറായാണ് തുടക്കം. 2023 DGP റാങ്കിലേക്ക് ഉയർന്നു. IB സ്പെഷ്യൽ ഡയറക്ടറായി. വരുന്ന ഓഗസ്റ്റ് 1 മുതൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമനം നൽകിയിരുന്നു. ഇതിനിടെയാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയാകാനുള്ള താൽപര്യം അറിയിച്ചത്. സ്വമേധയാ ഒഴിയാൻ ചന്ദ്രശേഖറിന് മേൽ സമ്മർദ്ദമുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. 2026 ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖറിന് സർവീസ് ഉള്ളത്. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുത്യർഹ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇനി പാർട്ടിയിൽ CPIM-ൽ എതിർപ്പിന് കാരണം എന്താണ്? കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയി ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു വെടിവെപ്പിന് ഉത്തരവിട്ടത്. 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ മായ്ക്കാനാവാത്ത മുറിവാണ്. പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആ പ്രതിഷേധം. കൂത്തുപറമ്പിൽ സഹകരണ മന്ത്രി MV രാഘവനെ DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് നടന്ന വെടിവെപ്പിൽ 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ചലനശേഷി നഷ്ടപ്പെട്ട പുഷ്പൻ മരിച്ചത് 2024 സെപ്റ്റംബർ 28 കേസിൽ റവാഡയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. 2012 ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. വ്യക്തിവൈരാഗ്യമല്ല, കൃത്യനിർവഹണമാണ് നടപ്പാക്കിയതെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. UPSC പട്ടികയിൽ ഉണ്ടായിരുന്നത് നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, റവാഡ ചന്ദ്രശേഖർ എന്നിവരായിരുന്നു. കണ്ണൂർ SP ആയിരിക്കെ നിതിൻ അഗർവാളും CPIM-ഉം തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. KM എബ്രഹാമിനെതിരായ കേസ് ഡയറി CBIക്ക് കൈമാറിയത് യോഗേഷ് ഗുപ്തയാണ് എന്ന പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായ നീക്കം മുഖ്യമന്ത്രിയെ അറിയിച്ചില്ല എന്നതുകൂടിയാണ് അതിലെ പ്രശ്നം. PP ദിവ്യക്കെതിരായ വിജിലൻസ് അന്വേഷണ തീരുമാനത്തിന് പിന്നിലും യോഗേഷ് ഗുപ്തയായിരുന്നു. കൂത്തുപറമ്പ് സംഭവത്തിന് ശേഷം റവാഡ ചന്ദ്രശേഖറുമായി CPIM നേരിട്ട് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുയരുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് ചരിത്രം ഓർമ്മിപ്പിച്ച് P ജയരാജനാണ് ആദ്യം രംഗത്തെത്തിയത്. യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കിയത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും P ജയരാജൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്.
അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു കാലത്ത് ഈ തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതികളായിരുന്നു. റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ പാർട്ടി സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തുന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് പറയെ ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. പ്രതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട, കോടതി തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പിന്തുണച്ചു. വെടിവെപ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ. പോലീസ് ആക്ടിൽ ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട്. ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ച് കൊന്നിരുന്നെങ്കിൽ ശ്രീ MV രാഘവനെ അന്ന് CPM പ്ലാൻ ചെയ്ത് MV രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത്. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത്. മികച്ച രീതിയിൽ കേരളത്തിനായി പ്രവർത്തിക്കുമെന്നായിരുന്നു റവാഡ ചന്ദ്രശേഖരന്റെ പ്രതികരണം. കേരള സർക്കാരിന് അദ്ദേഹം നന്ദിയും അറിയിച്ചു. താങ്ക് യു വെരി മച്ച്. സർക്കാരിൻ്റെ ഈ നിർണയം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐ വിൽ ബി ഹോപ്പ് വിൽ ഡു ദ ബെസ്റ്റ് ഫോർ ദ കോമൺ പബ്ലിക് ഓഫ് ദ കേരള. ഐ എം താങ്ക്ഫുൾ ടു ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ഹാവിംഗ് ഗിവൻ ദിസ് ഓപ്പർച്യൂണിറ്റി ടു സർവ്. കേരള പോലീസ് is a wonderful police force. I hope we will do the best possible thing and to do the best possible service. ധനുഷ്, ഇത് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ചുമതലയിലേക്ക് അദ്ദേഹം വരുന്നത് എന്നുള്ള കൗതുകം ഒരു വഴിക്ക് ചർച്ചയാവുന്നു. രണ്ടാമത് CPIM-നുള്ളിൽ ഇത് വലിയ ആഭ്യന്തര സംഘർഷം, അതിപ്പോൾ പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി ഒരു മാനസിക പ്രശ്നം പല പ്രവർത്തകർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പലരും അത് ഫേസ്ബുക്കിലൊക്കെ എഴുതി പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ P ജയരാജൻ അവരുടെ ആ വികാരത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ആദ്യം തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയത്. കാരണം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ചർച്ചയായ ഒരു വിഷയം എന്തുകൊണ്ട് റവാഡ ചന്ദ്രശേഖറിലേക്ക് എത്തി. കാരണം 6 പേരുടെ പട്ടികയാണ് UPSCക്ക് സർക്കാർ കൊടുത്തിരുന്നത്. പല നീക്കുപോക്കുകളൊക്കെ നടത്തി. ഒരു താൽക്കാലിക ഒരു പകരം ഒരു ചുമതല കൊടുത്തുകൊണ്ട് ഒരു ADGPയെ DGPയുടെ ചുമതല കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. അങ്ങനെ മറ്റൊരു തലത്തിലൊരു ചർച്ച. ഇങ്ങനെ 3 തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്താണ് ഈ DGP നിയമനത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇതിലിപ്പോൾ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കടന്നിട്ട് ഇതിലേക്ക് എത്തിയല്ലോ. അപ്പോൾ റവാഡ ചന്ദ്രശേഖർ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ രവദ ചന്ദ്രശേഖർ എന്ന് പറയാണല്ലോ നമുക്കൊക്കെ നല്ല പരിചയം. ഈ കാര്യങ്ങളെ കൂത്തുപറമ്പിൽ നടന്ന വെടിവെപ്പ്, അതിനകത്ത് 5 പേരാണ് മരിച്ചത്. വലിയ കേരള രാഷ്ട്രീയം കണ്ട, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്ന്, രാഷ്ട്രീയ സംഭവങ്ങളിലൊന്ന് എന്ന് തന്നെ കണക്കാക്കേണ്ടുന്ന ഒരു സംഭവമുള്ള ഈ കൂത്തുപറമ്പ് വെടിവെപ്പ്. അതിൻ്റെ കാരണങ്ങളും മറ്റുമൊക്കെ രാഷ്ട്രീയമായിട്ട് ചേരിയിരിച്ച് അപ്പുറത്തും തർക്കിക്കാമെങ്കിലും അതൊരു വലിയ 5 പേരുടെ ജീവൻ, അതും ചെറുപ്പക്കാരായുള്ള ആളുകൾ, 6 പേരുടെ എന്ന് തന്നെ പറയാം, ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടമായ കേസാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഒരു അമ്പരപ്പുണ്ട്. ആ അമ്പരപ്പ് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ആയതുകൊണ്ട് ആ നിലയ്ക്ക് ഒരുപാട് കാലത്തേക്ക് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രവദ ചന്ദ്രശേഖർ അന്ന് നമ്മൾ വിളിച്ച റവാഡ ചന്ദ്രശേഖർ അന്ന് ചെറുപ്പക്കാരനായുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. വന്ന ഉടനെയാണ് ഈ സംഭവത്തിലേക്ക് പോയത്. ഇതെല്ലാം നമുക്കറിയാം. ഇതിപ്പം പിണറായി വിജയൻ അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഈ MV ഗോവിന്ദൻ മാസ്റ്ററും P ജയരാജനും ഒക്കെ CPM-ൻ്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പം വലിയ തോതിൽ ഈ പിണറായി വിജയനൊക്കെ തന്നെയും ഈ രവദ ചന്ദ്രശേഖരൻ്റെ പേരെടുത്ത് പറഞ്ഞ് അതിശക്തമായിട്ട് വിമർശിച്ചതൊക്കെ അക്കാലത്തെ ആർക്കൈവ്സ് പരിധിയാൽ നമുക്ക് കണ്ടെത്താനാകുന്നേ ഉള്ളൂ. CPM ഒന്നാകെ തന്നെയും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആകെ എതിരെ നിന്ന കാലമായിരുന്നു അത്. അതിനകത്തൊരു പ്രശ്നമുള്ളത്, അതിനുശേഷമുള്ള കാലങ്ങളിൽ ഇവരൊക്കെ പലതരത്തിൽ മന്ത്രി, അതുപോലെ തന്നെ പിണറായി വിജയനാണെങ്കിൽ 2 തവണ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഈ ഔദ്യോഗികമായ പദവികളിൽ ഇവരെല്ലാം ഇരുന്നതുകൊണ്ട് ഈ രവദ ചന്ദ്രശേഖർ പലയിടങ്ങളിലായിട്ട് പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർ തമ്മിൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇവർ നേതാക്കളും ഇനിയിപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ തന്നെയും ഒരുപക്ഷേ ഈ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആളോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തൊട്ട് P ജയരാജൻ വരെയുള്ള ആളുകൾക്ക് ഒരുപക്ഷേ ഈ രവദ ചന്ദ്രശേഖരനുമായിട്ടൊക്കെ നേർക്കുനേർ കമ്മ്യൂണിക്കേഷൻ പലതരത്തിലുണ്ടായിട്ടുണ്ടാകും. ഒരു സംവിധാനത്തിനകത്ത് 10-30 കൊല്ലക്കാലം ഇങ്ങനെ പോവുകയാണല്ലോ. പക്ഷേ എന്താണ് പ്രശ്നം? CPM-ൻ്റെ ഒരു പൊതു മനസ്സുണ്ടല്ലോ.
CPM-ന്റെ നാട്ടുകാരുടെ ഒരു മനസ്സ്. അവർ ഈ രവദ ചന്ദ്രശേഖരനെ പേഴ്സണലി കാണുകയോ സംസാരിക്കുകയോ രവാദ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് പിന്നീട് അറിയുകയോ ഒന്നും ചെയ്യുന്നില്ലോ. അവരെ സംബന്ധിച്ച് രവദ ചന്ദ്രശേഖർ റവാഡ ചന്ദ്രശേഖർ ആയത് അങ്ങനെയാണ്, അത് ശരിക്കും ഉച്ചരിക്കേണ്ടത് എന്ന് പോലും പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴത് ഓർക്കുന്നുണ്ടാവും. അതായത് അത് പല കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വാക്കുകൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പേരുകൾ പലതും മാറി വന്നിട്ടുണ്ടല്ലോ. നമ്മൾ അക്കാലത്ത് മാധ്യമപ്രവർത്തകർ ഉപയോഗിച്ച വാക്കുകളല്ല പലതും ഇപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പേര് മാറിയെങ്കിലും ഞാൻ പറഞ്ഞത് ഈ CPM-ന്റെ ഒരു കേരളത്തിലെ പൊതു മനസ്സ്, പൊതു സൈക്കിനകത്ത് രവദ ചന്ദ്രശേഖർ ഭീകരനായൊരു വില്ലനാണ്. കാരണം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യമായുള്ളൊരു വെടിവെപ്പിൽ 5 സഖാക്കളെ നഷ്ടപ്പെട്ട, 6 സഖാക്കളെ ആ അർത്ഥത്തിൽ നഷ്ടപ്പെട്ട ഒരു സംഭവത്തിലെ വില്ലനാണ്. 2-3 ആവർത്തിച്ച് പേര് പറയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥ വില്ലന്മാരിൽ ഒരാളാണ് രവദ ചന്ദ്രശേഖർ. നാളെ മുതൽ അത് പ്രതിധ്വനിച്ചുകൊണ്ട് പ്രതിപക്ഷം, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും BJP-യും എല്ലാം തന്നെ ഈ കാര്യങ്ങളിൽ കണ്ടില്ലേ, അക്കാലത്ത് എതിർത്തിയ ആളുകളെയാണല്ലോ ഇവരിപ്പോൾ പോലീസ് മേധാവിയാക്കി കൊണ്ടു നടക്കുന്നതെന്ന മറ്റുള്ള രാഷ്ട്രീയ വിമർശനം സ്വാഭാവികമായിട്ടും വരും. നമ്മൾ PV അൻവറിനൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരും. അപ്പോൾ ഈ പബ്ലിക്കിൻ്റെ സൈക്കിനകത്ത് എന്ന് വെച്ചാൽ CPM കേഡർമാരുടെ സൈക്കിനകത്ത് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് PJ രാജൻ ഇന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ അതൃപ്തിയുണ്ട്, CPM നേതൃത്വത്തിൻ്റെ അതൃപ്തിയുണ്ട് എന്ന കാര്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് നമുക്കറിയാമല്ലോ ഹർഷൻ, അതായത് കൂത്തുപറമ്പ് സംഭവം, വെടിവെപ്പ് ആർക്കെതിരെയായിരുന്നു? MP രാഘവനെതിരെയായിരുന്നു. MP രാഘവൻ അവസാന കാലത്ത് CPM-നോട് ചേർന്നിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. സൗഹൃദത്തിലായിരുന്നു പോയിരുന്നത്. പിണറായി വിജയനോട് പേഴ്സണലി തന്നെ സൗഹൃദമുണ്ടായിരുന്നു. MP രാഘവൻ്റെ മകൻ MP നികേഷ് കുമാർ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അക്കാലത്ത് ഈ പറയുന്ന വെടിവെപ്പ് എന്ന് പറയുന്ന വലിയ സംഭവം ഉണ്ടായിട്ട് അക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നിടത്ത് നിന്ന് കാര്യങ്ങളൊക്കെ വളരെയേറെ മാറി മറിഞ്ഞു പോയി. പാലത്തിനടിയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മുന്നോട്ട് വരുമ്പോൾ CPM-ന് ഒരു ചെറിയ അമ്പരപ്പ് എങ്ങനെ ഇത് മറികടക്കണം എന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചോദ്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും മറുപടി നൽകുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. സംവിധാനങ്ങൾ കാലത്തിനകത്തൂടെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, തെളിവായിട്ട് നമ്മളെന്തിനെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവത്തിൽ പണ്ട് നമ്മൾ കാണുമ്പോൾ കോൺഗ്രസും CPM വളരെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഫോഴ്സായിരുന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ അവർ ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങളും സംഭവങ്ങളും കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റൊക്കെ ഉണ്ടാവുകയും മറ്റും ചെയ്യും. ഇപ്പോൾ അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന കണ്ണൂരിലെ തന്നെ ഏറ്റവും പ്രബലനായുള്ള നേതാവ് മുഖ്യമന്ത്രിയായിട്ട് 2ാം തവണയും തുടരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാലത്ത് പോലീസ് മേധാവിയായിട്ട് കേരളത്തിൻ്റേത് രവദ ചന്ദ്രശേഖർ എന്ന പേരിൽ കേരളമാകെ തന്നെയും പെട്ടെന്നറിയുന്ന ഈ റവാഡ ചന്ദ്രശേഖർ വരുന്നതിൽ ഒരു കൗതുകമുണ്ട്. തുടർ ദിവസങ്ങളിലും അതിൻ്റെ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സനീഷ്, ഇതിൻ്റെ പുതിയ DGP, ക്രമസമാധാന ചുമതലയുള്ള പുതിയ DGP ആരായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ചർച്ച ആരംഭിച്ച ഘട്ടം മുതൽ റവാഡ ചന്ദ്രശേഖരനെ അങ്ങ് മാറ്റി നിർത്തിയിരുന്നു. കാരണം റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാണല്ലോ. അതുകൊണ്ട് റവാഡ ചന്ദ്രശേഖരനെ എന്തായാലും ആക്കില്ല. പൊതുവേ ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും മാധ്യമ ചർച്ചകളിലും എല്ലാം ആവർത്തിച്ച് കേട്ട ഒരു സംഗതിയാണ്. പിന്നെ ഈ മറ്റു പേരുകളാണ് ഈ പറയുന്നത് പോലെ നിതിൻ അഗർവാളിൻ്റെയും യോഗേഷ് കുമാർ യാദവിൻ്റെയും പേരുകളാണ് പിന്നെ ആദ്യത്തെ പട്ടികയിൽ 3 പേരായി വരുന്നത്. അതിൽ തന്നെ നിതിൻ അഗർവാൾ ഈ നിരന്തരം CPIM-മായി പ്രാദേശികമായി തുടർന്ന് അദ്ദേഹത്തിൻ്റെ സർവീസിൽ ഉടനീളം നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. യോഗേഷ് കുമാർ യാദവിന് എന്താണ്, അദ്ദേഹം സമീപകാലത്ത് തന്നെ, അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് നിരന്തരം സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. അപ്പോൾ പാർട്ടിക്കാർ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് പാർട്ടി വേറെ സർക്കാർ വേറെ എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തിയെന്ന് സർക്കാർ വിലയിരുത്തുന്നത് യോഗേഷ് കുമാർ യാദവിനെയായിരുന്നു. അതുപോലെ ഇന്നിപ്പോൾ PJ രാജൻ വന്നപ്പോൾ പറഞ്ഞു കേട്ടില്ല, അതായത് നിതിൻ അഗർവാൾ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവിനെ വല്ലാത്തോതിൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ച ആളാണ് എന്നൊരു കാര്യം ഓർമ്മയിലേക്ക് ഇട്ടുകൊടുത്തു PJ രാജൻ. അതായത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന മറ്റു രണ്ട് പേരുകാരുടെ മേലുമുണ്ട്. ഇതും ആ സമയത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ ചർച്ച ചെയ്ത വിഷയം എന്താണ്? പകരം ഒരാളെ പ്രത്യേകം ചുമതല കൊടുത്തുകൊണ്ട് ADGP ഒരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരുമോ? അത് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് ആരുടെ പേരാണ്? MR അജിത് കുമാറിൻ്റെ പേരാണ്. അപ്പം അത് ചർച്ചയായി. എങ്ങനെയാണ് MR അജിത് കുമാർ കണ്ടോ, എന്താണ് RSS നേതാവുമായി തുടർച്ചയായി ചർച്ച നടത്തിയ, തൃശ്ശൂർ പൂരം കലക്കിയ MR അജിത് കുമാറിനെ DGP ആക്കാൻ പോകുന്നു, ക്രമസമാധാന DGP-യുടെ ചുമതല കൊടുക്കാൻ പോകുന്നു, അതിനുവേണ്ടിയുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്ന തലത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് മാറി. അല്ല, അത് മനോജ് എബ്രഹാമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. സുരേഷ് രാജ് പുരോഹിത് ആ പട്ടികയിലുണ്ട്, ഈ 6 പേരുടെ പട്ടികയിൽ. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ആ നിലയ്ക്കുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാധ്യമങ്ങൾ എത്തിച്ചില്ല. കാരണം മാധ്യമങ്ങൾ തന്നെ പൊതുവെ വിലയിരുത്തി അദ്ദേഹം ആവില്ല. പിന്നെ ആ പേരുകൾ ഈ 2 പേരുകളിലാണ് പിന്നെ കളിച്ചത്. അവസാന ദിവസങ്ങൾ മുഴുവൻ കളിച്ചത് മനോജ് എബ്രഹാം, MR അജിത് കുമാർ എന്നുള്ള 2 പേരുകളിൽ നിന്നാണ് കളിച്ചത്. പക്ഷേ സർക്കാർ ആത്യന്തികമായി തീരുമാനമെടുത്തത് റവാഡ ചന്ദ്രശേഖരൻ. ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല,
ഒരു സിസ്റ്റത്തിന്റെ ആള് റവാഡ ചന്ദ്രശേഖറാണ്. അതായത് അന്ന് ആ വെടിവെപ്പ് ഉണ്ടായതിനു ശേഷം നിരന്തരം CPM-മായി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന തലത്തിലേക്ക് റവാഡ ചന്ദ്രശേഖർ പോയിട്ടേയില്ല. രവത ചന്ദ്രശേഖർ എന്നുള്ള പ്രസംഗം ഇങ്ങനെ ആവർത്തിച്ച് എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ വില്ലനായി എപ്പോഴും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വെടിവെപ്പിൽ ഹക്കീം ബത്തേരി തന്നെയാണ്. DYSP ഹക്കീം ബത്തേരി, പിന്നെ തഹസിൽദാരാണ് ബേബി എന്ന പേര് ഉള്ള ബേബി എന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ തഹസിൽദാർ ആന്റണി, ഇവർ രണ്ടുപേരുമാണ് ആ പേരുകളാണ് ഇങ്ങനെ ആവർത്തിച്ച് പ്രധാനമായും പ്രയോഗിക്കപ്പെട്ടത്. അതിനൊരു കാരണമുണ്ട്. ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ നേതാക്കന്മാർക്കറിയാം 2 ദിവസമായിട്ടേ ഉള്ളൂ അവിടെ വന്ന് ചുമതല എടുത്തിട്ട് റവാഡ ചന്ദ്രശേഖർ. ഈ അവിടെ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ചുമതലയേക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ പരിമിതികളുണ്ടാവും. ASP ആണ് അന്ന്, ASP പത്മകുമാറാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഈ സംഘർഷം നടക്കുന്ന സമയത്ത് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അതിനുശേഷം ഇതുവരെ പാർട്ടിയുമായി ഏറ്റുമുട്ടാൻ റവാഡ ചന്ദ്രശേഖർ വന്നിട്ടില്ല. പിന്നെ ഈ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാവരും പെട്ടെന്നങ്ങ് മറന്നു പോകുമല്ലോ, അതാണ് ഈ കുഴപ്പം. VS അച്യുതാനന്ദൻ ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ കമ്മീഷണറാക്കി നിയമിക്കുമ്പോൾ ഇതേ ചർച്ച നടന്നതാണ്. ഇതേ ചർച്ച, അതായത് വെടിവെപ്പിൽ ഇടപെട്ടയാളാണല്ലോ അദ്ദേഹത്തെ ഇങ്ങനെ ഇവിടെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ചർച്ച അന്ന് വളരെ സജീവമായി നടന്നതാണ്. പക്ഷേ അതിനുശേഷം 2008 അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോകുന്നു. കേന്ദ്ര സർവീസിലും അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ ആളായി, അതോറിറ്റിയുടെ ആളായി നിന്ന് പണിയെടുക്കുന്നു എന്നുള്ള വിലയിരുത്തലായിരിക്കും ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് സർക്കാർ ഈ DGP തെരഞ്ഞെടുക്കുമ്പം പ്രധാനമായും സ്വീകരിച്ചിട്ടുണ്ടാവുക. ആ ഒരു വിലയിരുത്തലായിരിക്കും. അതോട് ചേർത്ത് ഞാൻ കൂട്ടിച്ചേർത്തൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പത്രക്കാരനെ ഇടിച്ചു കൊന്ന ആളാണ്. ആ തട്ടിൽ അത് എല്ലാവർക്കും ആരോപണമായിട്ട് വരികയും പിന്നെ അവിടെ ചെന്നിട്ട് ഈ മയക്കുമരുന്ന് പരിശോധന നടത്താൻ വിസമ്മതിക്കുക പോലെ അധികാരം കൊണ്ട് ഇതിനെ മറികടന്ന ഒരാളാണല്ലോ ശ്രീറാം വെങ്കിട്ടരാമൻ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ചില സംവിധാനത്തിന്, സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സെൻകുമാറിനെ ഈ സർക്കാർ പുറത്തേക്ക് കളഞ്ഞപ്പോൾ സുപ്രീം കോടതി വഴിയല്ലേ വന്നത്. അപ്പോൾ പലതരത്തിൽ സംവിധാനത്തിൻ്റെ, സിസ്റ്റത്തിൻ്റെ ഭാഗത്തിനനുസരിച്ച് പല സംഗതികളും നടക്കും. പക്ഷേ ഒരു സർക്കാരിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താവുന്ന ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ഇദ്ദേഹം യോഗേന്ദ്ര കുമാർ യാദവ് നേരത്തെ തന്നെ കേന്ദ്ര സർവീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരപേക്ഷ കൊടുത്തിരുന്നു. അത് സർക്കാർ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതിയുമായിട്ട് ചെന്നു. അത് ആ സമയത്ത് വാർത്തയായതുമാണ്. എന്നിട്ടും പരിഗണിച്ചില്ല. അതായത് ഇദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് പോകാനുള്ള അനുമതി കൊടുത്തില്ല. അന്ന് ഇദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് പോകാനുള്ള അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഈ 3 പേരുടെ പട്ടികയിൽ 3ാമനായി എത്തുക മനോജ് എബ്രഹാം ആയിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പട്ടികയിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള DGP എന്ന നിലയ്ക്ക് മനോജ് എബ്രഹാമിനെ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ആ ഒരു തീരുമാനം അന്ന് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് MR അജിത് കുമാറിന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കം സർക്കാർ നടത്തുന്നുണ്ടോ എന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് അവർക്ക് കുറച്ചുകൂടി ബലം കൊടുക്കുന്ന ചില സംഗതികൾ നിലനിൽക്കുന്നത് ഈ പട്ടികയിലല്ല, അടുത്ത പട്ടികയിൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലേക്ക് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. MR അജിത് കുമാറിനെ പോലീസ് തലപ്പത്ത് എത്തിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ശക്തമാക്കിയിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ അതിനു പകരം റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെ 3 പേരെയാണ് UPSC നിർദ്ദേശിച്ചത്. അതോടെ വർഷങ്ങൾക്ക് മുമ്പേ CPIM-മായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ പോലീസ് തലപ്പത്തെത്താൻ വഴിതെളിഞ്ഞു. അന്ന് കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നുള്ള MLA ആയിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് മേധാവിയായി അങ്ങനെ ഒരാൾ വരുന്നു എന്നത് കൗതുകമുള്ള കാര്യമാണ്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പേരെടുത്തിട്ടുള്ള കേരളത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വവും അന്നത്തെ ചരിത്രവും സർക്കാർ DGP ബന്ധത്തിൽ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. അടുത്ത വിഷയത്തിലേക്ക്.